CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം 4 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ തീർത്തുകൊണ്ടാണ് സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം പറയുമ്പോഴും തിരുവല്ലയും കൊടുമണ്ണും പാർട്ടിക്ക് തലവേദനയാണ്. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ അമരത്തേക്ക് ആരെത്തുമെന്ന ചോദ്യമുയർത്തിയാണ് CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TD ബൈജു, PB ഹർഷകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത. കോന്നി വകയാർ മേരി മാത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടാണ് സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം പറയുമ്പോഴും തിരുവല്ലയും കൊടുമണ്ണും പാർട്ടിക്ക് തലവേദന തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവല്ലയിലെ പ്രശ്നപരിഹാരത്തിന് നേരിട്ടെത്തി കമ്മിറ്റികൾ കൂടേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും LDFിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക് വന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് ഉണ്ടായത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ അടൂരും കോന്നിയിലും മാത്രമാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത്. ഈ കനത്ത തോൽവി സമ്മേളന പ്രതിനിധികൾ ചർച്ച ചെയ്യും. മറ്റ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചയാകുന്ന പ്രതിനിധി സമ്മേളനത്തിൽ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ചർച്ച ചെയ്യാനാണ് സാധ്യത. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യക്കെതിരെ തുടക്കം മുതൽ ശക്തമായ നിലപാടെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടും നിലവിലെ അന്വേഷണ സാഹചര്യങ്ങളും ചർച്ചയാകും. വിഭാഗീയത ഉണ്ടെന്ന് പറയുമ്പോഴും മുഴുവൻ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. 11 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 263 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ാം തീയതി കോന്നി KSRTC ബസ് സ്റ്റാൻഡിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, പത്തനംതിട്ട.